നമ്മൾ ഇവിടുന്ന് ഒരു ക്ലിപ്പ് ഇടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ അത് എവിടൊക്കെ ആളുകളുണ്ട് അവിടെ മൊത്തം അത് കാണുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി വീഡിയോൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഇനി എനിക്കൊരു വാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലൊക്കെ എത്തണം, ഇതും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണം, എവിടെങ്കിലൊക്കെ എത്തണം, 4 പേര് നമ്മൾ അറിയണം എന്നുള്ളൊരു വാശി. ഞാൻ കമൻറ്റ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ നോക്കാറേ ഇല്ല. ആളുകൾ എന്തുവാണെങ്കിലും ഇട്ടോട്ടെ, അതിവിടെ വിഷയമുള്ള കേസല്ല. ഞാൻ അത്ര ഇതാക്കിയിട്ടുള്ളൂ. നെഗറ്റീവ് ഉള്ളവനെ എവിടെയെങ്കിലും എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. സ്വന്തം നെയിം വരെ എനിക്ക് എഴുതാനും വായിക്കാനും എനിക്ക് അറിയില്ലായിരുന്നു. 8ാം ക്ലാസ് എന്ന് പറഞ്ഞൊരു പഠനം ഞാൻ 3 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ആളുകൾ അൺഫോളോ അടിക്കും, ഇതൊക്കെ ചെയ്യും. ഇപ്പോൾ ഏകദേശം താഴോട്ട് കുറഞ്ഞു. അത് വിചാരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അതുകൊണ്ട് ഒരു ഫീലും ഇല്ല കേട്ടോ, ഒരു ഫീലില്ല. പോണെങ്കിൽ പോട്ടെ തന്നെ. ഫെയിം സന്തോഷിക്കുന്നുണ്ട്. ഐ മീൻ അത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ? സ്വന്തം വാപ്പാക്ക് വിളിച്ചിട്ട് ആരെങ്കിലും ഫെയിം ഉണ്ടാക്കാൻ ആഗ്രഹിക്കും? ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നിപ്പോൾ നമ്മളെ ഉമ്മാനെയും നമ്മളെ വാപ്പാനെയും അവർ വിളിക്കുമ്പോൾ ആണത്തോളം ചോദിക്കും, അല്ലാത്തതും ചോദിക്കൂല. ആണത്തുണ്ട്, അവൻ ആണായി പറന്നവനാണെങ്കിൽ എന്തായാലും അവനോട് ചോദിക്കും, അല്ലാത്തവൻ ചോദിക്കൂല. പക്ഷെ ചുമ്മാ ഒരാളെ മെക്കെട്ട് കയറുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ ഇപ്പം എൻ്റെ മനസ്സിൽ ഫസ്റ്റ് തന്നെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടൊന്നും ആരും പോവില്ല. നിങ്ങളുടെ അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആയിരുന്നു. എത്ര വർഷം പ്രേമിച്ചു? എന്താണ് ലവ് സ്റ്റോറി? നമ്മൾ ഏകദേശം ഒരു 2 വർഷത്തോളം പ്രണയിച്ചു. എവിടുത്തെ കണ്ടുപിട്ടേ? വലിയ സ്റ്റോറി അല്ല, എന്നോട് പറഞ്ഞേ, ഞാൻ എന്റെ പുറകെ നടന്ന പോലെ ആരെ പുറകെ ഞാൻ അത്ര നടന്നിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. എല്ലാരും അങ്ങോട്ട് ചെല്ലലാണ്, നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് ചെല്ലും. എന്റെ മുന്നിൽ വന്ന് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി എന്റെ ജൂനിയറിന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാനൊന്നും അറിയാത്ത പാവം, ഞാൻ നോന്ന് പറയാൻ അറിയാത്തതുകൊണ്ട് എസ് എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ഈ ഗസ്റ്റിൽ നിന്ന് എങ്ങനെ മെമ്പറാക്കി? ഷഹാനനെ പ്രണയിച്ച് ഭ്രാന്തായ ഒരാളാണ് എന്റെ കുട്ടി ഷിഫാനി. ഇനി പിരിക്കാൻ വേണ്ടി ഓളെ ബന്ധുക്കൾ കുറെ കൂടോത്രം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കാൻ പോണില്ല. ഞാൻ അങ്ങനെ അവൾക്ക് വിവരം വെച്ചപ്പോ എന്നെ തേച്ച് എന്താന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ എന്നെ തേച്ച് ഞാൻ എന്താണ് മൊബൈലൊക്കെ വിറ്റിട്ട് വന്നത്. പിന്നെ ഇവിടെ എനിക്ക് എന്റെ ഒരു ഡ്രീം ആയിരുന്നു ഇങ്ങനെ ഒരു സ്ട്രീമിംഗ് ടീമൊക്കെ കാണും. എനിക്ക് 17 വയസ്സുണ്ട്. ഭയങ്കര മെച്ചൂരിറ്റി ആട്ടോ. ഞങ്ങള് ഇതിലൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ പച്ചക്കുതിരയിലെ ദിലീപിന്റെ അനിയന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രൂപത്തിലുള്ള ഒരു സെറ്റപ്പാണ് പോനെ നമ്മൾ കണ്ടത്. അതെ. ക്യാരക്ടറിലേക്ക് വരും. ക്യാരക്ടറിലേക്ക് എന്ത് മുതൽ വരും? ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു ബിസിനസ്മാൻ ആണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, യൂട്യൂബർ ആണ്, സ്ട്രീമർ ആണ്. ഒരേ സമയം പല കാര്യങ്ങളിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഷാജഹാനിക്ക, സ്വാഗതം. ഞാനിപ്പോ പറയാത്ത എന്തെങ്കിലും ഉണ്ടോ ഇൻട്രോയില്? ഏതൊക്കെ ഈ മേഖലകളിൽ ഞാൻ പറയാത്ത എന്തെങ്കിലും മേഖലയിൽ കൂടെ പ്രവർത്തിക്കുന്നുണ്ടോ? ഇതിൽ തന്നെ എല്ലാം ആയല്ലോ. അതെ. ഇനിയിപ്പോ ഓരോ ദിവസം കഴിയുന്നതോറും ഇനി പല മേഖലകളിൽ പോകാൻ സാധ്യതയുണ്ട്. നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് ഓരോരോ മേഖലയിൽ എത്താൻ പറ്റുമെങ്കിൽ എത്തണം. ഇപ്പൊ ഓൾറെഡി ഷാജഹാൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റിംഗ് വീഡിയോസ് കാണും. യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ട്. ഇപ്പൊ സ്ട്രീമർ ആയിട്ടും ബിസിനസ് മാൻ ആയിട്ടും ഞങ്ങൾക്ക് അറിയാം. ശരിക്കുള്ള ഷാജഹാൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? ഞാൻ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് സൈഡ് ആയിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ്. നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ യൂസ്ഡ് കാറ്, അതുപോലെ തന്നെ വർക്ക്ഷോപ്പ്, ഫിഷ് മാർക്കറ്റ്. ഇപ്പൊ നമ്മളെ സ്ഥലത്ത് തന്നെ പോത്തിന്റെ ഒരു കച്ചവടം കൂടി ഇപ്പൊ അതും കൂടി തുടങ്ങിയിട്ടുണ്ട്. എന്താന്നറിയില്ല, ഓരോരോ സംഭവങ്ങൾ വരുന്ന അതിനനുകൂലിച്ചുള്ള പരിപാടികൾ തുടങ്ങാനുള്ള ഒരു സാഹചര്യം കിട്ടുകയാണ്. ഒന്ന് പ്ലാൻ ചെയ്ത് അടുത്തത് ഈ ഒരു പ്രശ്നം തുടങ്ങുമ്പോ തന്നെയാണ് നമ്മളെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ വന്നിട്ട് ആ സ്ഥലം നമുക്ക് റെന്റിന് തരുമോ, നമ്മളൊരു പോത്ത് കച്ചവടത്തിനാന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഈ പേരും കാര്യങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞ നല്ലൊരു കണ്ടന്റ് ആണ്. ഓക്കെ, ഞാൻ തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോൽക്ക് എന്താ പറയാ
നമ്മൾ റെന്റിന് കൊടുത്തത് ആ. പൂത്തച്ചവടം ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെന്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു പുതിയൊരു പ്രോഗ്രാമും കൂടെ ആയിപ്പോ. ഞെട്ടി കണ്ടിപ്പോ അതെ. ശരിക്കും ഞങ്ങൾ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടായിരിക്കും ഷാജാനൊക്കെ വരുന്നുണ്ടാവുക. ഐ മീൻ ഇന്റർവ്യൂസിൽ വരിക. ഞാൻ ശരിക്കും അത് കൂടുതൽ ആൾക്കാർ പറഞ്ഞതാണ്, വരുമ്പോ തന്നെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണെന്ന് താർന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. പോസ്റ്റ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് എപ്പോഴും സ്റ്റൈൽ ചെയ്തിരിക്കുന്ന ആളാണോ ശരിക്കും? ഞാൻ ഇന്ന് വരുമ്പോഴായാലും താർന്ന് ഇറങ്ങുമ്പോൾ ഞാനൊന്ന് ഞെട്ടി, കൊള്ളാലോ ഇന്റർവ്യൂവിന് പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നുണ്ടായത്. സോ എപ്പോഴും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരാളാണോ? ഞാനൊരു വെറൈറ്റി ഡ്രസ്സ് നോക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് പൊതുവെ ഒരുപാട് ഡ്രസ്സ് ഇങ്ങനെ ഇത് അതിന്റെ ഒരു ഹോബിയാണ്. ഡ്രസ്സ്, ഷൂ, ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുക. നല്ല വെറൈറ്റി കാണുമ്പോ വാങ്ങിക്കും, അത് ഇടും, 2 മാസം ഉപയോഗിക്കും, അത് ഒഴിവാക്കും. അങ്ങനെ ഒരു ലൈഫായിരുന്നു ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പൊ നമ്മള് കള പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, റിപ്പീറ്റ് ആയിട്ട് ഡ്രസ്സുകൾ ഇടാ അങ്ങനെ ഇല്ല. റിപ്പീറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാല് ഡ്രസ്സുകൾ കുറച്ചു കാലം യൂസ് ചെയ്യുള്ളൂ. 1 മാസം 2 മാസത്തിന്റെ ഉള്ളിൽ അത് പുതിയതായിട്ട് മാറ്റും. വീട്ടിലൊക്കെ എപ്പോഴും കച്ചറാണ്. ഉമ്മ എപ്പോഴും പറയും എന്താ വെച്ചാൽ ഒരുപാട് ഡ്രസ്സ് എന്തൊക്കെ വാങ്ങിക്കുമ്പോ നമ്മളൊരു താല്പര്യം അങ്ങനെ ആയിപ്പോയി. അപ്പൊ പിന്നെ അങ്ങനെ കുറച്ച് അത് അങ്ങനെയൊക്കെ വാങ്ങിക്കാറുണ്ട്. ഇപ്പം ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു ബിസിനസ് മാൻ ആണ്, ഇപ്പം ചെയ്യുന്നതൊക്കെ സക്സസ്ഫുൾ ആണ്. ഇപ്പൊ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അവര് എല്ലാവരും സക്സസ് ആവണമെന്നില്ല. അതേപോലെ യൂട്യൂബിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒക്കെ. പക്ഷെ ഇക്കാലം നോക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു 100% ഇടും, അത് എപ്പോഴും സക്സസ് ആയിട്ട് കാണിക്കാനും അല്ലെങ്കിൽ സക്സസ് ആവുകയും ചെയ്യുന്നു. അപ്പൊ എപ്പോഴും അത് ഞാൻ ചെയ്യുന്ന കാര്യം അത് തുടങ്ങിയാൽ അത് സക്സസ് ആക്കണം എന്നൊരു സാധനം ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ സക്സസ് ആണ്, പക്ഷെ സക്സസ് അല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അത് എത്ര വർഷം മുമ്പാ? ഏകദേശം ഒരു 2 വർഷം മുന്നൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നത്. ആ ഫിഷ് മാർക്കറ്റ് ഏകദേശം ഒരു 2 വർഷത്തോളം അടിപൊളിയായിട്ട് ഓടി. അത് നമ്മളെ സ്ഥലത്ത് റെന്റിന് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. മീന്, പച്ചക്കറി, ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അങ്ങനെ അത് കൊറോണ വന്നു കഴിഞ്ഞപ്പോ അത് പൂട്ടിപ്പോയി. അങ്ങനെ പൂട്ടിപ്പോയപ്പോഴാണ് ഞാൻ നേരെ, എനിക്ക് വണ്ടി ഫീൽഡ് ഭയങ്കര താല്പര്യമാണ്. ഈ മോഡിഫൈ ചെയ്യാൻ ഒരു വണ്ടി ഭ്രാന്തനാണ്. അപ്പൊ ജസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു വർക്ക്ഷോപ്പ് ആക്കി മാറ്റി. അവിടെ നിന്നാണ് നമ്മളൊരു തുടക്കം ഇങ്ങനെ തുടങ്ങുന്നത്. വർക്ക്ഷോപ്പ് ആക്കി മാറ്റി. ഫസ്റ്റ് ടൈം അതിൽ വണ്ടികളൊന്നും വരുന്നില്ല. അധികം നല്ല പ്രയാസത്തിലായിരുന്നു. ഏകദേശം ഒരു 50 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്ത് വണ്ടികളൊന്നും വരുന്നില്ല. ഒരു മാനസികമായിട്ട് ഭയങ്കര വിഷമമുള്ള എന്താ വെച്ചാൽ നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ട് അത് വിജയിക്കാതാവുമ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ. അപ്പോഴാണ് ഞാനിങ്ങനെ എന്താ പറയാ ഇങ്ങനെ വീഡിയോസും ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് കാണാം. അന്ന് ഞാൻ വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ഒരാളെ കൊണ്ട് നമ്മളെ റോഡ് മാസ്റ്റർ, അതുപോലെ തന്നെ നമ്മളെ മലയിൽ മീഡിയ, ഈ 2 ടീമിനെ കൊണ്ട് ഫസ്റ്റ് ഞാനൊരു വർക്ക്ഷോപ്പിന്റെ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. നമ്മൾ പെയിന്റിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അതെ, പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ. അപ്പോ സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ വണ്ടികളും കാര്യങ്ങളും വന്നു. അപ്പൊ എന്താ പറയാ, അതില് എന്താ പറയാ, നമ്മള് ഒരു മൊത്തം പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മളൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുപാട് കസ്റ്റമർ നമുക്ക് കിട്ടുകയാണ്. കസ്റ്റമർ കിട്ടിയാൽ നല്ല രൂപത്തിലൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായത് ഈ വീഡിയോ എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര സംഭവമാണ്, ചെറിയ കാര്യമല്ല. നമ്മൾ ഇവിടുന്ന് ഒരു ക്ലിപ്പ് ഇടാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, പക്ഷെ അത് എവിടൊക്കെ ആളുകളുണ്ട് അവിടെ മൊത്തം അത് കാണുകയാണ്. ഒരു ഓഫർ ഞാൻ ആ സമയത്ത് ഇട്ടത് 35,000 രൂപക്ക് ഫുൾ പെയിന്റിങ് ഇന്നോവ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരുന്നത്. ഏകദേശം ഒരു 10-50 വണ്ടിയോളം ഒരു 4 ദിവസത്തിനുള്ളിൽ വന്നു. 50 വണ്ടി 4 ദിവസം കൊണ്ട് ഒരു 50. അപ്പോഴെനിക്ക് മനസ്സിലായി വീഡിയോന്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അന്ന് ഇറങ്ങിയതാണ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഫീൽഡിലേക്കും കൂടെ. ഞാൻ അതായിരുന്നു അടുത്ത ചോദ്യം. കാരണം ഈ ബിസിനസ് മാനിൽ എങ്ങനെ ഈ കോണ്ടന്റ് ക്രിയേഷൻ വന്നു പെട്ടെന്ന്? അല്ലെങ്കിൽ നമ്മൾ പറയില്ല നിവർത്തികേട് കൊണ്ട് നമ്മൾ വന്നതൊക്കെ പറയും. അത് എന്റെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ തന്നെ മതി, അങ്ങനെ ഒരു ഐഡിയയിൽ വന്ന. പിന്നെ ഞാൻ തന്നെ വണ്ടിന്റെ വീഡിയോസ് ചെയ്യും, പെയിന്റിങ്ങിന്റെ വീഡിയോസ് ചെയ്യും, ഇത്രയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പല ആളുകളും നമ്മളെ കളിയാക്കാറുണ്ട്. ഒന്നുമില്ലായിരുന്നു അന്നൊക്കെ, ഫോളോവേഴ്സും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. പിന്നെ എനിക്കൊരു വാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലൊക്കെ എത്തണം, ഇതും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണം, എവിടെങ്കിലൊക്കെ എത്തണം, 4 പേര് നമ്മൾ അറിയണം എന്നുള്ളൊരു വാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഉപ്പ മരണപ്പെട്ടു പോയിട്ട് ഏകദേശം 6 വർഷത്തോളം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഉപ്പ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട്, ഈ സ്ഥാപനങ്ങളൊക്കെ നമ്മളെ ഒരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ വാപ്പുണ്ടാക്കിയ സ്ഥലം കേട്ടോ, നമ്മൾ വാങ്ങിച്ചാൽ വാപ്പുണ്ടാക്കിയ സ്ഥലത്ത് നമ്മൾ ഓരോ സ്ഥാപനങ്ങളായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്നു. അതിനുശേഷമാണ് പിന്നെ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്കത് എന്താ പറയുക, ഫോളോവേഴ്സ് കൂട്ടണം എന്നൊരു വാശിയായി. പിന്നെ ഞാൻ ഒരുപാട് ഗിവകളും ചെയ്യും, അതുപോലെ തന്നെ ഞാൻ വർക്ക്ഷോപ്പിന്റെ വീഡിയോസും ചെയ്യും. ആദ്യം നമ്മളെ സ്വന്തം ഷോപ്പുകൾ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് കൊളാബായിട്ട് ഒരു വീഡിയോ എടുക്കുന്നത് നമ്മൾ കണ്ണൂരുള്ള ഒരു സ്കൂട്ടിന്റെ ഷോറൂമാണ്.
ഒരു 10,000 രൂപക്ക് ആണ് ഞാൻ അന്ന് ഫസ്റ്റ് അവിടെ വീഡിയോ പോയിട്ട് ചെയ്തത്. കണ്ണൂർ പോയിട്ട് ഒന്നും കിട്ടിയിട്ടൊന്നല്ല, പക്ഷേ ഒന്ന് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഞാൻ പോയി ചെയ്തപ്പോൾ ഫസ്റ്റ് വീഡിയോ തന്നെ ഏകദേശം 1M ആള് കണ്ടു. അവർക്ക് ഭയങ്കര കച്ചവടം നടന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഒരു പരിപാടികളും നമുക്ക് നടക്കും. അതൊരു പേയ്മെന്റ് എന്ന രീതിയിലാണോ അതോ മറ്റുള്ളവരുടെ ബിസിനസ് ബൂസ്റ്റ് ചെയ്യാൻ നമ്മളത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ്? എന്തായിരുന്നു? അല്ല, അന്ന് ഞാൻ പോയത് ഒരു പേയ്മെന്റ് എന്നുള്ള രൂപത്തിലല്ല. അന്ന് ഞാൻ പോയി വരാനുള്ള ചെലവന്നെ എനിക്ക് ഏകദേശം 8,000-9,000 റുപ്യൊക്കെ അയക്കണം. നിങ്ങൾക്ക് അറിയാലോ, കണ്ണൂർ ജസ്റ്റ് മലപ്പുറത്ത് നിന്ന് പോയി വരണമെങ്കിൽ ഈ എണ്ണ ക്യാഷ്, പിന്നെ നമ്മളെ എന്താ പറയാ ഫുഡിലുള്ള ചെലവ് കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എത്രമാത്രം ഇതിൽ ബാക്കിയുണ്ടാവും. പക്ഷെ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിരുന്നു. അങ്ങനെ എന്താ പറയാ, ഞാൻ ഇത് ഒന്ന് ചെയ്ത് താന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഏതായാലും ഒന്ന് പോയി ചെയ്യാലെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. അത് ഞാൻ ചെയ്ത രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നല്ല പൊട്ടിച്ച രീതിയിലാണ് എൻ്റെ സ്റ്റൈൽ. ആ സ്റ്റൈൽ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഷാജിങ്ങനെ കാണുന്നത് ഒരു മലപ്പുറത്ത് ഒരു പ്രോഗ്രാം സമയത്താണ്. അന്ന് ആ കൂടുതൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാള്, ഭയങ്കര ഞാൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര എനർജിക് ആയിട്ട് ഭയങ്കര ഫുൾ എനർജിയിൽ ഓടി നടന്ന് സംസാരിക്കുന്ന ഒരാള്. അയ്യോ, നമുക്കൊക്കെ എപ്പോഴും നമുക്ക് സംസാരിക്കുമ്പോഴേ എപ്പോഴും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. വീഡിയോസ് പിന്നെ കണ്ട സമയത്തും അതിന്റെ പ്രസന്റേഷൻ രീതിയും ഭയങ്കര രസമായിട്ടുള്ള സ്റ്റൈലാണ്. ആ സ്റ്റൈല് കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈൽ ഇപ്പൊ നമുക്ക് കോണ്ടന്റ് ക്രിയേഷൻ ആളുകളിൽ എത്താൻ വേണ്ടി വെറൈറ്റി രീതിയിൽ ചെയ്യണമെന്നും പറയും. അപ്പൊ ഒരു തുടക്കക്കാരൻ രീതിയിൽ വേറൊരു രീതിയിലാണോ ചെയ്തത്, അതോ പിന്നീട് ഒരു സ്റ്റൈൽ കൊണ്ടുവന്നതാണോ? സംഭവം എന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിലൊക്കെ ഞാൻ എന്റെ നോർമൽ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും കൂടുതൽ ആളുകൾ കാണുന്നില്ല. ഞാൻ ഈ പൊട്ടിത്തെറിച്ച് കാണ്ട് പല രീതിയിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് അടിച്ചിട്ടോ വിളിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ആളുകൾ തെറി കമന്റ് ഇടും. ഞാൻ കമന്റ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ നോക്കാറേ ഇല്ല. ആളുകൾ എന്തു ആണെങ്കിലും ഇട്ടോട്ടെ, അത് ഇവിടെ വിഷയമുള്ള കേസല്ല. ഞാൻ അത്ര ഇതാക്കിയിട്ടുള്ളൂ. നെഗറ്റീവ് ഉള്ളവനെ എവിടെയെങ്കിലും എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നിപ്പോ ഫേമസ് ആയി നിൽക്കുന്ന ആരായിക്കോട്ടെ ഒക്കെ എല്ലാവരും നെഗറ്റീവിൽ വന്ന ആൾക്കാരാ അല്ലെ. നമ്മൾ ഇത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മൈൻഡിൽ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് അവൻ അത് വിളിച്ചു ഇത് വിളിച്ചു എന്നുള്ള രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയും നമ്മൾ എത്തൂല. ഞാൻ പഠിച്ചൊരു കാര്യം കേട്ടോ. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ അധികം വിദ്യാഭ്യാസം ഒന്നും, ഞാൻ പഴയ ഒരു 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. നമ്മളിപ്പോ ഇത് തുറന്നു പറയാൻ നമുക്കൊരു മടിയില്ല, അല്ലേ? ഉള്ളതുപോലെ പറയാം. ഞാനൊരു 8ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഈ ഒരു ഇംഗ്ലീഷ് വായിക്കാനായിക്കോട്ടെ എഴുതാനായിക്കോട്ടെ മൊത്തം ഞാൻ ഈ ഫോൺ എന്ന് പറഞ്ഞ സംഭവത്തുമ്പോഴാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. മൊത്തം സ്വന്തം നെയിം വരെ എനിക്ക് എഴുതാനും വായിക്കാനും എനിക്ക് അറിയില്ലായിരുന്നു. 8ാം ക്ലാസ് എന്ന് പറഞ്ഞൊരു പഠനം ഞാൻ 3 സ്കൂളിൽ പഠിച്ചിട്ടുമുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലായിരുന്നു നമ്മള് പൊട്ടിത്തെറിച്ച് നടക്കുന്ന ഒരു പ്രായം, നമുക്കൊരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ബോധമില്ലാത്തൊരു സമയമല്ലേ. അങ്ങനെ പിന്നെ പഠനങ്ങളും കാര്യങ്ങളും നിർത്തിയിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് പോയി. അങ്ങനെ ഗൾഫിൽ 4 വർഷം ഉണ്ടായിരുന്നു. അവിടെ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വാപ്പാക്ക് സുഖമില്ലാതായപ്പോ ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ വാപ്പാനെ ചികിത്സിച്ച് വാപ്പ പിന്നെ പെട്ടെന്ന് മരിച്ചു. മരണപ്പെട്ടപ്പോ പിന്നെ എനിക്ക് പുറത്തു പോകാൻ പറ്റിയില്ല, ഗൾഫ് പോക്ക് ഒഴിവാക്കി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ ഫിഷ് മാർക്കറ്റിന്റെ പരിപാടി ഫസ്റ്റ് ടൈം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് തുടങ്ങിയാണ്. തീർച്ചയായും പിന്നെന്താ നമ്മള് എനിക്ക് പറയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊരു ബിസിനസ് ആയിക്കോട്ടെ നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ വിദ്യാഭ്യാസം ഒന്നും വേണ്ട, ധൈര്യം. നമ്മൾ ഒരു 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ ആ 10 രൂപ പോവാന്ന് പേടിച്ചിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊന്നും നേടൂല. പോണെങ്കിൽ പോട്ടെ, ആ ഒരു സ്റ്റൈലിൽ മാത്രമേ നമുക്ക് ബിസിനസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പോണെങ്കിൽ പോട്ടെ തന്നെ ആ രൂപത്തിൽ തന്നെ നമ്മൾ ഇറക്കണം. നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നുണ്ടോ, നമ്മൾ പേടിച്ച് നിന്നിട്ട് ഒരാളൊരു 10 രൂപ ഇറക്കിയിട്ട് ആ ഒരു ബിസിനസ് അത് പൊട്ടുമോ അത് വിജയിക്കുമോ എന്നുള്ള പേടിയുള്ള ആളുകൾ, ആ ഒരു പേടി മാത്രമാണ്. അങ്ങനത്തെ ആളുകൾ നമ്മൾ എവിടെ എത്തൂല. എൻ്റെ ഒരു ഇത് ഞാൻ പറയാട്ടോ. ഞാൻ എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ ഒരു ബിസിനസ് എന്തൊരു പരിപാടിക്കാണ് എനിക്ക് ഭയങ്കര ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഞാൻ പോണെങ്കിൽ പോട്ടെ കല്ലി കൊല്ലി എന്നുള്ളൊരു രീതിയാണ്. പടച്ചോൻ നമുക്ക് വിധിച്ചതാണ് നമുക്ക് തരും, പോവാൻ വിധിച്ചത് എന്തായാലും പോകും. അത് ആര് തന്നെ തടഞ്ഞിട്ടും ഒരു കാര്യമില്ല. എൻ്റെ ഒരു ബിസിനസ്സിൽ എന്നെ പഠിപ്പിച്ചൊരു ഇതാണത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോ ബിസിനസ്സുകൾ തുടങ്ങുമ്പോഴും ഇനിയിപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഞാൻ രാവിലെ 5-5:30-6 മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ട് പണിക്കാരപ്പം നിന്നിട്ട് എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യും. എല്ലാ പണികളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈക്കോട്ട് വരെ ഞാൻ ഇവിടെ കളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തിനൊന്നും ഒരു മടിയില്ല. നമ്മൾ മാർക്കറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ വേസ്റ്റ് പോയി നിറയും, ഭയങ്കര സ്മെല്ലേക്കരാം. അതൊക്കെ ആ പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്യാം. അത്രയും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ലെവലിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. എന്ത് പണിയെടുക്കാനും നമുക്ക് ഇന്നും നമുക്കൊരു മടിയില്ല. ആ മടി കാണിച്ചെന്ന് നമുക്ക് ആ ഇരുത്തം തന്നെ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോ അതാണ് ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കസാലയും കാര്യങ്ങളുണ്ട്. നമ്മളെ ജീവിതത്തിൽ എത്ര വലുതായിക്കോട്ടെ എന്തായിക്കോട്ടെ അഹങ്കരിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല. അഹങ്കാരമല്ല ഏറ്റവും വലുത്. നമ്മൾ പൈസ ഉണ്ടെന്ന് വെച്ചാൽ അഹങ്കരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു.
ആളുകൾ അൺഫോളോ അടിക്കും, ഇതൊക്കെ ചെയ്യും. ഇപ്പോൾ ഏകദേശം താഴോട്ട് കുറഞ്ഞു. അത് വിചാരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അതുകൊണ്ട് ഒരു ഫീലും ഇല്ല കേട്ടോ, ഒരു ഫീലും ഇല്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നതും നമ്മൾ അൺഫോളോ ചെയ്യുന്നതും അതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളാണ്, അവരുടേതായ താല്പര്യങ്ങളാണ്. അതിലൊന്നും നമുക്ക് ഒന്നും പറയാനില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പം വളരെ സക്സസ് ആയിട്ടുള്ള ഒരാള് അപ്പോൾ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാൻ ആളുകളിലേക്ക് കൂടുതൽ എത്താൻ വേണ്ടിയിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത പോലെ പറയുന്ന ആളുകളുണ്ട്. അതിന് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ല അതിന് കൃത്യമായിട്ട് പ്രതികരിച്ചു എന്ന് പറയുന്നവരുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ഫെയിമിന് വേണ്ടിയിട്ട് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്താണ്, അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന ആളുകളുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ഫെയിമിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം ബാപ്പാക്ക് വിളിച്ചിട്ട് ആരെങ്കിലും ഫെയിം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുമോ? ഞാൻ ആഗ്രഹിക്കണില്ല. സ്വന്തം വാപ്പാനെ ഒരാളെയും വിളിച്ചിട്ട് അവൻ്റെ എതിരെ നമ്മൾ പ്രതികരിച്ചിട്ട് അങ്ങനെ ഒരു ഫെയിം കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത്? ഒരു 1.5 വർഷം കൊണ്ടാണ് ഇപ്പോൾ ഈ ഇൻ്റെത് ഇനിയിപ്പോൾ ഒരു ഇത്രയും ആളുകളിലേക്ക് ഞാൻ എത്തിയതും ഇതൊക്കെ ആകെ ചെറിയ കാലം കൊണ്ടാണ്. 1 വർഷം 1.25 വർഷമായിട്ടുണ്ടാവുള്ളൂ ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നമ്മൾ ക്യാഷ് ഉണ്ടാക്കണം. ആ ക്യാഷ് നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മളെല്ലാ ഫോളോവേഴ്സിനും നമ്മൾ കൊടുക്കാറുണ്ട്. ഗിവ് അവേ ആയിക്കോട്ടെ, ഫോണുകളായിക്കോട്ടെ, എന്തും നമ്മളെ കൊണ്ട് പറ്റുന്നത്. എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാൽ നമ്മളെ ബാക്കിൽ നിൽക്കുന്ന നമ്മളെ ഫോളോവേഴ്സിന് ഒന്ന് അവർക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കണം, നമ്മളെ കൊണ്ട് കഴിയുന്നത് അവർക്ക് ചെയ്തു കൊടുക്കണം. പല രീതിക്കാരം. ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു ഫോളോവേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, ഷായിക്ക ഞങ്ങളെ വണ്ടി എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുതിയാപ്പിള ഇറങ്ങാൻ തരുമെന്ന് ചോദിച്ചു. പറഞ്ഞു ആയിക്കോട്ടെ തരാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഒരു കല്യാണം, അത് അവൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഓരോരോ ആഗ്രഹങ്ങളാണ് അല്ലേ. ഓക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ കൊടുത്തിരുന്നു. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോളോവേഴ്സിൽ ഇനിയിപ്പോൾ ക്യാഷ് ആയിക്കോട്ടെ പല ബുദ്ധിമുട്ടുകളും ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. തിരൂരിൽ നിന്ന് വരെ ബസ് ഇറങ്ങിയിട്ട് വരെ ഇവിടെ വരുന്നുണ്ട് ഒരു ഫാമിലി. അങ്ങനെ ഇഷ്ടം പോലെ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് നമ്മൾ അവർക്കും ഇവർക്കൊക്കെ നമ്മൾ കൊടുക്കാറുമുണ്ട്. കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് വെറുതെ നമ്മൾ കിട്ടിയ മൊത്തം ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ച് കാണാൻ നടക്കുന്നൊരു സ്വഭാവം. ഞാൻ എൻ്റെ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയ നല്ലോണം ചിലവാക്കുന്ന ഒരാളാണ് ഞാൻ. നന്നായിട്ട് ചിലവാക്കുന്ന പറഞ്ഞാൽ നന്നായിട്ട്. എങ്ങോട്ടേലൊക്കെ പോവുകയാണെങ്കിൽ നല്ല ക്യാഷ് നല്ല ചെലവാക്കിയിട്ടാണ് ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഒത്തിരി ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഫാൻസ് മീറ്റ് ചെയ്യാൻ വരാറുണ്ടല്ലോ. മുമ്പ് കുറച്ച് പേര് വന്നിട്ടുണ്ട്. സോ ഏത് ഏജ് ഓഫ് കാറ്റഗറിയിലെ ആളുകളെ കൂടുതൽ ഇപ്പൊ എല്ലാ ഏജിലെ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ഇപ്പൊ സത്യം പറഞ്ഞാല് എന്താ പറയാ, ചെറിയ കുട്ടികൾക്ക് അറിയുന്നുണ്ട്, വയസ്സായിട്ട് ആളുകൾ അറിയാം. ഇപ്പൊ നമ്മളെന്നാളെ ഒരു കോഫി എടുക്കാൻ ഫാമിലിന്റെ വന്ന് കണ്ട് ഷാജാൻകാന്ന് പറഞ്ഞാണ്ട് വരുന്നുണ്ട്. ഫാമിലി എല്ലാവർക്കും അറിയുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും അറിയുന്നുണ്ട്. എന്താ പറയാ, കുട്ടികളുണ്ട്, ഫാമിലീസ് ഉണ്ട്, വയസ്സായിട്ട് ആൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ആ ഒരു വ്യക്തിയാന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഫെയിം സന്തോഷിക്കുന്നുണ്ട്. ഐ മീൻ അത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ? ഫെയിം എന്ന് പറഞ്ഞാല് ഞാൻ ഇങ്ങനെ ഒരു ഫെയിം ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെയെന്ന് പറഞ്ഞാല് നമ്മള് എന്താ പറയാ, ഈ ഒരു ഇങ്ങനെ ഒരു രൂപത്തിൽ ഞാൻ അത്യാവശ്യം എൻ്റെ ഒരു അഭിപ്രായത്തില് ഏകദേശം ഒരു 50% ആളുകളൊക്കെ എന്നെ ഇങ്ങനെ അറിഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്തപ്പോ ഒരു 250% ആയ പോലെയാണ് ഇപ്പൊ ഉള്ളത്. എവിടെ ചെന്നാലും ആളുകൾ അറിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറി. ഇങ്ങനെയുള്ളൊരു ഫെയിം ഒന്നും ഞാൻ ആഗ്രഹിച്ചില്ല. എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ അതൊക്കെ ഒരു മനുഷ്യന്റെ സാഹചര്യമാണ്. ഇന്നിപ്പോ നമ്മളെ ഉമ്മാനെയും നമ്മളെ വാപ്പാനെയും അവര് വിളിക്കുമ്പോ ആണത്തോളം ചോദിക്കും, അല്ലാത്തതും ചോദിക്കൂല. ആണത്തുണ്ട്, അവൻ ആണായി പറന്നവനാണെങ്കിൽ എന്തായാലും അവനോട് ചോദിക്കും, അല്ലാത്തവൻ ചോദിക്കൂല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വാപ്പാനും ഉമ്മാനും പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ചോദിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഇത്രയും വളർന്നിട്ട് നമ്മളിങ്ങനെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എൻ്റെ ജീവിതശൈലി ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ചുമ്മാ ഒരാളെ മെക്കെട്ട് കയറുന്ന സ്വഭാവം എനിക്കില്ല. ഇത്രയും കാലം അപ്പൊ അന്നൊക്കെ നമ്മൾ അവിടുന്ന് കണ്ടിരുന്നു. അങ്ങനെ എന്തെങ്കിലും എൻ്റെ അടുത്ത് ഒരു റോങ് ആയിട്ട് ഒരു എന്തെങ്കിലും ഒരു ഫീല് കിട്ടിയിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു മനുഷ്യനെ നമ്മൾ കൊല്ലുന്ന് വിചാരിച്ചിട്ടല്ല ആ മനുഷ്യൻ്റെ അടുത്ത് പോകണത്. പക്ഷെ സാഹചര്യം കൊണ്ട് നമ്മൾ അയാളെ കൊന്നു പോവാണ്. അല്ല ഞാൻ ഇപ്പൊ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് തന്നെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടൊന്നും ആരും പോവില്ല. എത്രയും ഇപ്പോൾ ഇനിയിപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകൾ വരെ എത്ര പേരുണ്ടെന്നുണ്ടെങ്കിലും അവരെ സാഹചര്യം കൊണ്ട് ചെയ്തു പോയ കുറ്റങ്ങളേക്കാരം കൂടുതലുണ്ടാവുക. അവർ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്ന റിഗ്രറ്റ് പരിപാടി ഉണ്ടാവില്ലേ, വേണ്ടിയിരുന്നില്ല, ഈ രീതിയിലായിരുന്നില്ല അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം എന്ന രീതിയിൽ പല തോട്ടും നമ്മുടെ തലയിൽ പോവില്ലേ? അങ്ങനെ ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടായിട്ടുണ്ടോ, റിഗ്രറ്റ് ഫീൽ എന്തെങ്കിലും? ഒന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാല് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പം എൻ്റെ ഫോളോവേഴ്സ് വേറെ ആയിക്കാരം, ഈ പറഞ്ഞ വ്യക്തിൻ്റെ ഫോളോവേഴ്സ് വേറെ ആയിക്കാരം. അവരുടെ ഇടയിൽ ഞാനിങ്ങനെ തെറിപരമായിട്ട് ഇങ്ങനെ ഒരു വാക്കില് ഞാൻ പറഞ്ഞു എന്നുള്ള ഒരു സംഭവത്തിൽ എനിക്ക് ഒരു വിഷമമുണ്ട്. ഞങ്ങളിപ്പം ഈ വീഡിയോസ് കാണുമ്പോഴായാലും
വീഡിയോ ഇങ്ങനെ അല്ലല്ലോ ആ, എന്ന് നമ്മൾ ഒരു അതെ, ദിവസം ആ, നമ്മൾ അതെ, സ്റ്റെക്ക് ആവും. ആ, അതെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് ഇരിക്കുന്നത് ഇത് ഇങ്ങനെ ഇരിക്കുന്ന അല്ലല്ലോ സമയത്ത് ശരിക്കും അതെ, സംസാരിക്കണേ അതെ, എന്ന് നമുക്ക് അതെ, തോട്ട്ഫുള്ളി നമ്മൾ അതെ, അതെ, ചിന്തിച്ചു പോകും. എന്തായാലും അത്തരം കാര്യത്തില് ഒരു ഒരു വിഷമമുണ്ട്. ആൻഡ് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് പറയും. കാരണം ഇപ്പൊ നമുക്കൊരു വീഴ്ച വരുമ്പോഴും കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് നല്ലത് വരുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഫാമിലി ആയിരിക്കും അല്ലേ? ഫാമിലി എന്ന് പറഞ്ഞാല് ഇനിയിപ്പോ അനിയന്മാരാണെങ്കിലും വൈഫാണെങ്കിലും ഉമ്മയാണെങ്കിലും ഓൽക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ടിങ്, അല്ലെങ്കിൽ ഉമ്മാക്ക് കൂടുതൽ ഇതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. അതെ, സോഷ്യൽ മീഡിയ സോഷ്യൽ ആക്റ്റീവ് മീഡിയ അല്ല. ഇതെന്താണ്. അവരോട് വേറെ ആൾ പറയുമ്പോ അവര് ഭയങ്കര ആകുലതപ്പെട്ട് സംസാരിക്കാറുണ്ട്. എന്ത് ഇവിടെ നടക്കുന്നത് അതെ, അതെ. ചോദിക്കാറുണ്ട്. എന്താ പറയാ, ഉമ്മ സത്യം പറഞ്ഞ ഇതുവരെ എന്നോട് ഈ കാര്യം ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇല്ല. ഇല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ നമ്മള് വെറുതെ അവരും കൂടി വിഷമിക്കണ്ടല്ലോ. അവർക്കിപ്പോ അവരെ ഹസ്ബൻഡിനെ പറയുമ്പോൾ അവർക്കും അതിന്റേതായ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുമല്ലോ. അതെ, അതെ, അതുകൂടി നമ്മൾ ചിന്തിക്കണല്ലോ ഇതില്. നമുക്ക് ഫാമിലി ഒന്ന് പരിചയപ്പെട്ടാ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഷാജഹാനിക്കന്റെ എല്ലാമായിട്ടുള്ള ഫാമിലി. എല്ലാത്തിനും കൂടെ നിൽക്കുന്ന, ഏത് അവസ്ഥയിലും കട്ടക്ക് നിൽക്കുന്ന ഫാമിലി. അതെ. ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തു. പിള്ളേരുടെ പേര് ചോദിക്കട്ടെ. പർവീസ് മുഹമ്മദ്. വലിയ പേരുകളാണ്. ഇവിടെയോ? ഓ, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2 ഡിയോ LKG ആണോ നീ? എത്ര പഠിക്കണ പറഞ്ഞോടക്കെ? LKG ആണോ? LKG പഠിക്കണം കേട്ടോ. ഇപ്പൊ ഞങ്ങൾ എപ്പോഴും കാണുന്ന ഒരു ഷാജഹാനൊക്കെ ഉണ്ട്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ട് സംസാരിക്കണിക്ക. ശരിക്കും എങ്ങനെ റിയൽ ലൈഫിൽ ആൾ അതുപോലെ തന്നെയാണോ? നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണോ? അല്ല, അങ്ങനെ വീഡിയോയില് കാണുന്ന പോലെ എന്തായാലും അല്ല, പിന്നെ എങ്ങനെയാ? നല്ല പാവല്ല, സ്ട്രോങ് അല്ല, അതിന് നടുക്കാണ്, ഒരു മീഡിയം ലെവലാണ്. എല്ലാത്തിനും ഭയങ്കര ഈ പൊട്ടിത്തെറിക്കുന്ന ആളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഇപ്പൊ വീഡിയോസിൽ മാത്രം കാണുന്ന ഒരു എനർജി പാക്കേജ് ആണ്. കാണുന്നവര് പറയാറുണ്ട്, വീഡിയോയില് കാണുന്ന പോലെ എല്ലാം നേരിട്ട് സംസാരിക്കുമ്പോ കുറച്ച് എനർജി കുറവുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് ഫുൾ പവറിൽ അവിടെ കാണുന്നോണ്ടായിരിക്കും. അല്ല, വീഡിയോയില് അങ്ങനെ എനർജി ആയിട്ട് പൊട്ടിച്ച് സംസാരിക്കുന്നോണ്ട് ഇപ്പൊ ആളുകൾ പറയും, എങ്ങനെയൊക്കെ വിചാരിക്കുക, എന്താ ഇവൻ ഇങ്ങനെ കുഞ്ഞമ്മാണ്ടിക്കാടിന്റെ അനിയനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, അതിന്റെ കമന്റ് വായിക്കുമ്പോ ഞാൻ നിങ്ങളതൊന്നും ഈ മെയിൻ ചെയ്യണ്ട അറിയാം. നമ്മള് കമന്റ് നോക്കുമല്ലോ, ഞാൻ കമന്റ് നോക്കാറുണ്ട്. അതുകൊണ്ട് ബാലൻസ് നോക്കരുത്. ഇവിടെ നോക്കുന്നില്ല, ഇവിടെ നോക്കും. ബാലൻസ് ചെയ്യുന്നുണ്ട് എന്തായാലും. നോക്കിയിട്ട് എന്തെങ്കിലും വിഷമം പറയാറുണ്ട് ഇവിടെ വന്നിട്ട്, നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്ന സമയത്ത്? നമ്മള് ഓലെ പോലെ എന്തായാലും നമുക്ക് ചെറിയ ടെൻഷൻ ഒക്കെ ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമ്പോ അന്ന് മെയിൻറ്റെയിൻ ചെയ്യണ്ട, അയാൾക്ക് ഫുള്ള് നെവർ മൈൻഡ്. ഞാൻ ഇപ്പൊ ഒന്നുകൂടെ സർപ്രൈസ് ആയത്, ഇയാളാണ് ഇപ്പൊ വീഡിയോസിൽ ഇത്രയും ഭയങ്കര പവർ ആയിട്ട് സംസാരിക്കണത്. കാരണം ഇപ്പം നമ്മുടെ ബിസിനസ് ഒക്കെ ആളാണ്, ഇപ്പൊ വണ്ടിയുടെ ഒക്കെ പ്രൊമോഷൻ പരിപാടിയൊക്കെ നമ്മള് വീഡിയോസ് കാണണേ. പക്ഷെ ഇതുപോലെയല്ല അതും. ആരാണ് ഇത്? ഈ സപ്പോർട്ട് തന്നെയാണോ ആ വീഡിയോക്ക് പിന്നിലും? അത് ഈ ആളെ കൂടെ പോകുമ്പോ ഞാൻ എന്തായാലും അതുപോലെ എന്തായാലും എനിക്കാവാൻ പറ്റും, കഴിഞ്ഞിട്ടില്ല, പറ്റിയിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ കണ്ടന്റ് വീഡിയോസ് ചെയ്യാന് പോയിരുന്നു. ഇപ്പൊ പിന്നെ ഇവിടെ ആയപ്പോ ഇവിടുത്തെ വീഡിയോസ് ഒരു ദിവസം ഇതുപോലെ ഇവരിങ്ങനെ പറയാം, എനിക്ക് അവിടുത്തെ വീഡിയോസ് ഇങ്ങനെ പറയും ചെയ്തൂടെ. ഞാനിത് അപ്പൊ അലിക്കർ ഞാൻ പറഞ്ഞുതരാം ഡയലോഗ്, അതൊക്കെ ആ ഡയലോഗുകളൊക്കെ അലിക്ക പറഞ്ഞു തരുന്നത്. അതിന് ക്രെഡിറ്റ് ഫുൾ അലിക്കാണ്. അത് എത്ര ഷോട്ട് എടുത്തിട്ടാണ് അറിയോ അതൊന്ന് റെഡി ആവാൻ. ഇപ്പൊ പിന്നെ ഷോട്ട് കുറഞ്ഞു വരൽ തുടങ്ങി. അതേ എനർജിയിൽ ഇവിടുന്ന് വീഡിയോസ് വരുന്നുണ്ടെന്നാണ് വിചാരിച്ചേ. കാരണം ഇപ്പൊ അങ്ങനെ വീഡിയോസ് ചെയ്യാനും ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. നമ്മൾ വരെ ആളെ കൂടെ പുറത്തേക്ക് വീഡിയോസ് എടുക്കാൻ പോകുമ്പോ ഒരു ഒറ്റ ഷോട്ടിൽ തന്നെ പറയുമ്പോ എനിക്കന്നെ ഭയങ്കര അത്ഭുതം. ശരിക്കും ഒരു ഹസ്ബൻഡ് എന്ന നിലയില് എങ്ങനെയാണ് ഷാജഹാൻ ചോദിക്കുകയാണെങ്കിൽ? അല്ല, എല്ലാരും നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ ഉള്ള ആളാണ്. പൈസ ഉണ്ടാക്കും, അതുപോലെ എല്ലാരും ഹെൽപ്പ് ചെയ്യും. ആരെന്ത് ചോദിച്ചാലും ഒന്ന് കൊടുക്കും. പിന്നെ അത്ര അത് ചോദിച്ച് കൊടുത്ത ആൾക്കും വാങ്ങൊന്നുമില്ല, അങ്ങനത്തെ ഇതൊന്നുമില്ല. നല്ലോണം ഡ്രസ്സ് കൊടുക്കും, ഡ്രസ്സ് ഷൂ നല്ലോണം എടുക്കും. ആൾക്കാരുടെ ഒരു ഇപ്പൊ വീടിന് വെക്കാൻ സ്ഥലമില്ലാതെ 2 മാസം 1 മാസം കഴിയുമ്പോ ആ ഡ്രസ്സ് റിപ്പീറ്റ് മാറ്റുന്ന പറഞ്ഞത്. സോ അപ്പൊ ഈ ഡ്രസ്സുകളൊക്കെ എന്ത് ചെയ്യും? അതിനാണ് നിങ്ങൾ എപ്പോഴും വഴക്കുണ്ടാക്കുക? ഞാൻ ഇപ്പൊ കൊടുക്കും. ഇപ്പൊ അവിടെ കുറഞ്ഞ് കൊടുക്കാണ്ട് ഒരു കെട്ട് ഡ്രസ് അവിടെ ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ, ഡ്രസ് വാങ്ങാൻ. അത് പക്ഷെ നമ്മളെ എല്ലാരും വെച്ച് നോക്കുമ്പോ ഒരു കൂടുതലാണ്. ഇവിടെ ഭയങ്കര സ്റ്റൈലിംഗ് ഒന്നുമില്ല, ഇഷ്ടമല്ല. ഞാന് ചെയ്യും, എനിക്ക് ആൾക്ക് ഞാൻ പറഞ്ഞിടുന്നതാണ്
പർദ്ദ ഞാൻ എപ്പോഴും പറയാം, പർദ്ദയാണ് നമുക്കൊരു മുഞ്ചി എന്ന് പറഞ്ഞ കണ്ട അങ്ങനെ പർദ്ദയാണ് കൂടുതൽ. ഷോർട്ടൊക്കെ ഇട്ട ഞാൻ ഇവിടുത്തെ കുട്ടിയാണ് പറയും. ഇവിടുത്തെ ഷോറൂമിലത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ പർദ്ദനിട്ട് അവർ ചെയ്യാറ്. ഞങ്ങൾ അങ്ങനെ കാണാറ്. പർദ്ദ ഇതിന്റെ അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് എത്ര വർഷം പ്രേമിച്ചു? എന്താണ് ലവ് സ്റ്റോറി? നമ്മൾ ഏകദേശം ഒരു 2 വർഷത്തോളം പ്രണയിച്ചു. എവിടുന്ന കണ്ടുപിട്ടേ? വലിയ സ്റ്റോറി. എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിട്ടിയത്? നമ്മള് കണ്ടുപിട്ടിയത് ഞാൻ നമ്മളോട് സ്കൂളിന്റെ അവിടെ നിന്ന് അങ്ങനെ കണ്ട് അങ്ങനെ ലൈനാക്കിയതാണ് അവിടെ. അല്ല എന്നോട് പറഞ്ഞേ, ഞാൻ എന്റെ പിറകെ നടന്ന പോലെ ആരെ പിറകെ ഞാൻ അത്ര നടന്നിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. എല്ലാരും അങ്ങോട്ട് ചെല്ലലാണ്, നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് ചെല്ലും. എന്റെ മുന്നിൽ ഒന്ന് കരഞ്ഞിട്ടുണ്ട്. പെരുന്തള്ളാണ്. അല്ല എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി എന്റെ ജൂനിയറിന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാനൊന്നും അറിയാത്ത പാവം, ഞാൻ നോന്ന് പറയാൻ അറിയാത്തതുകൊണ്ട് എസ് എന്ന് പറഞ്ഞത്. ഞങ്ങൾ എപ്പോഴും ഞാൻ ആദ്യം ഭയങ്കര തമാശ പറയുന്ന, ഭയങ്കര ചിരിപ്പിക്കുന്ന ചില്ലായിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുണ്ട്. ആളും ഈ പറഞ്ഞ എപ്പോഴും ചില്ലായിട്ടിരിക്കുന്ന തമാശകൾ പറയുന്ന ഒരാളാണോ? നമ്മളെന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയുമ്പോ അയാൾ ഫുള്ള് തമാശയാണ്. സീരിയസ് ആയ സീരിയസ് ആണ്. പിന്നെ വിടൂല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ള ഇഷ്യൂസ് കാര്യം വരുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കമന്റ് 1 million കുറഞ്ഞ ആ ഒരു ടെൻഷൻ ഉണ്ടായില്ല. അത്രയും നല്ല പ്രോഗ്രാം ഒക്കെ നടത്തി അത് പിന്നെ അങ്ങനെ സെറ്റാക്കി ഞാൻ. അല്ല നമ്മള് കുഴപ്പമില്ല, അത് സോഷ്യൽ മീഡിയ അല്ലേ. ഈ സമയത്ത് എപ്പോഴും ഫാമിലിക്ക് അവര് തരുന്ന സപ്പോർട്ട് സത്യം പറഞ്ഞാൽ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ബ്രദേഴ്സ് ഉണ്ട്, എനിക്ക് ബ്രദേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ ഇവള് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പെട്ടെന്നൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ വരുമ്പോ ഇപ്പൊ പെണ്ണുങ്ങളൊരു മനസ്സല്ല, എന്തായാലും ഭയം വരുമല്ലോ. നമ്മളൊരു ധൈര്യം ഒന്നും അവർക്ക് ഉണ്ടാവില്ലല്ലോ. നമ്മളൊരു ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതല്ലേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിയും കാര്യങ്ങളൊക്കെ വരുമ്പോ എന്തായാലും ചെറിയൊരു ഭയം ഉണ്ടാവും. അങ്ങനെ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. ഇപ്പം ബിസിനസ്മാൻ ആണ്, ഇപ്പൊ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ കോണ്ടന്റ് ക്രിയേഷൻ, യൂട്യൂബ് ചാനൽ, എല്ലാത്തിനും സമയം കിട്ടുന്നുണ്ട് ആൾക്ക്. സ്ട്രീമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു സാഹചര്യം കൊണ്ട് തുടങ്ങി. സ്ട്രീമിംഗ് നേരത്തെ വീട്ടിക്കല്ല, അതാണ് പ്രശ്നം. ഫുൾ ടൈം അവിടെയാണല്ലോ. ഇവിടെ അല്ല, നമ്മള് ഒന്ന് ഉറങ്ങി നോമ്പൊക്കെ വരും ഫോൺ, ചിലപ്പം വന്ന് കേറും, ചിലപ്പോ ഞാൻ അറിയലേ ഇല്ല. ടൈം ലേറ്റ് ആവും. ഞാൻ ഏകദേശം 10 മണിക്കൊക്കെ ഉറങ്ങുന്ന ആളാണ്. അപ്പൊ ഇപ്പൊ മൊത്തം ടൈമിംഗ് ഒക്കെ മാറി. എങ്ങനെയാണെങ്കിലും ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു 9:30 ആകുമ്പോഴേക്ക് വീട്ടില് കേറും. അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ കറങ്ങി നടക്കുക, അല്ലെങ്കിൽ സിനിമക്ക് പോവുക, കുറെ സമയം അവരത് സ്പെൻഡ് ചെയ്യുക. അന്ന് എന്റെ കാര്യം കഴിഞ്ഞാൽ ഞാൻ വേഗം വീട്ടിൽ പോയി ഉറങ്ങാനുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ഫസ്റ്റ് ടൈം. നമ്മള് ആ ഒരു 11 മണി അപ്പോഴും ചിലപ്പോ സ്റ്റാർട്ട് ചെയ്യാം. അവന് കുറച്ചേരം കണ്ട് അറിയാം. പിറ്റേന്ന് പിന്നെ ഇവിടെ ഓഫീസിൽ വന്നിരിക്കും. അപ്പൊ അങ്ങനെ ഇരുന്നു. ഓഫീസില് വർക്ക് ഉണ്ട്, അപ്പൊ ഇവിടെ എന്തായാലും നോക്കാൻ വേണ്ടിട്ട് എന്തായാലും വരേണ്ട വരും. ഡെയിലി വരും. ഒന്നാമത്തെ ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ അധികം ചിലപ്പോൾ നാട്ടിൽ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഇവള് നമ്മളെ അലിക്ക ഇവരൊക്കെ പാടാണ് ഇവിടെ മൊത്തത്തില് നോക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും ഓരോ വീഡിയോസ് കാര്യങ്ങളും ചെയ്തു കൊടുക്കും. നമുക്ക് നമ്മുടെ സ്ട്രീമിംഗ് ടീമിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? എന്തായാലും വന്നപ്പോ എല്ലാവരും ഉണ്ട്, അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ആയിക്കോട്ടെ. അപ്പം ഇതാണ് ഷാജഹാന്റെ സ്ട്രീമിംഗ് ടീം. ടീമിനൊന്ന് പരിചയപ്പെടുത്തും എനിക്ക്. ഓരോരുത്തരുടെ പേര് പറഞ്ഞോട്ടെ. എന്റെ പേര് അജ്മല, ഞാൻ ഇവിടെ അടുത്താണ് പെരിന്തൽമണ്ണ. ഞാൻ മൂപ്പരെ ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. എന്തിന്റെ ഗസ്റ്റ് ആയിട്ട് വന്നതാ? സ്ട്രീമിംഗില് അതിഥിയായിട്ട് വിളിച്ചാണ്. അങ്ങോട്ട് മെസ്സേജ് അയച്ചു. പിന്നെ മെമ്പർ ആണെന്ന് പറഞ്ഞപ്പോ പിന്നെ മെമ്പർ ആവട്ടെ ചോദിച്ചു. അപ്പൊ പോന്നോന്ന് പറഞ്ഞു പോന്നാണ്. ഞാൻ മിന്നാന്നാണ് വന്നത്. എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ഈ ഗസ്റ്റിൽ നിന്ന് എങ്ങനെ മെമ്പർ ആക്കി? നമ്മള് സെലക്ട് ചെയ്യുന്ന ജസ്റ്റ് നമ്മളടുത്ത് വന്നു, പിന്നെ എങ്ങനെ വരട്ടെന്ന് വെച്ചപ്പോ എന്നാ വായോന്ന് പറഞ്ഞു അങ്ങനെ കൂട്ടിയതാണ്. ഇവിടെ എത്ര ദൂരമുണ്ട്? 2-4 സ്റ്റോപ്പൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിട്ടില്ലല്ലോ. കാൽനടയാണ് എല്ലാരും പറയാ. ഫൈസൽ ചുങ്കത്ര പാട്ടപ്പേര് അങ്ങനെയാണ് വിളിക്കുന്നത്. ഞാൻ ഷാജാഖാൻ അങ്ങോട്ട് വിളിച്ചാണ്, കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ചു. പുള്ളി അപ്പൊ വന്നോ, എന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ടീം മെമ്പറായി. പിന്നെ അങ്ങനെ പോണു ഇപ്പൊ സ്ട്രീമിംഗ് കാര്യങ്ങളായിട്ട്.
ഹെയർ സ്റ്റൈൽ ലുക്ക് ഭയങ്കര രസമുണ്ട്. എൻ്റെ പേര് ആദം. ഇത് ഞാൻ ആസിഫിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്പോഴത്തേക്കും മുക്കുത്തീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്കും മുക്കുത്തീനെ കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് സംസാരിച്ച് സിമ്പിൾ മാനാന്ന് മനസ്സിലായി. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ മുക്കുത്തീൻ്റെ അടുത്ത് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ടീമിലേക്ക്. അല്ലല്ല എൻ്റെ ചേട്ടനെ പോലെ, ഞാൻ സ്വന്തം ചേട്ടനെ പോലെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടീമിലേക്ക് മെമ്പറായിട്ട് വരാൻ വേണ്ടിയിട്ട് ഷാജാനിക്കാട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഷാജാനിക്കാട്ടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്പോട്ടിൽ തന്നെ ഷാജാനിക്ക പറഞ്ഞ് വേഗം വണ്ടി കയറിക്കാന്ന് പറഞ്ഞു. പിന്നെ വീട്ടിലേക്ക് സമ്മതമൊക്കെ ചോദിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം ഇറങ്ങി. മൊബൈലൊക്കെ വിറ്റിട്ട് വന്നത്. പിന്നെ ഇവിടെ എനിക്ക് എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഇങ്ങനെ ഒരു സ്ട്രീമിംഗ് ടീമൊക്കെ കാണും, ഗ്യാങ് കാണും. അതൊരു വലിയ ഡ്രീം ആയിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ എത്ര വയസ്സുണ്ട്? എനിക്ക് 17 വയസ്സുണ്ട്. 17 വയസ്സിലൊക്കെ ഡ്രീം ആയിരുന്നു. 17 നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര മെച്ചൂരിറ്റി ആട്ടോ. കുട്ടികൾക്ക് ഭയങ്കര മെച്ചൂരിറ്റി. അങ്ങനെ സ്ട്രീമിംഗിൽ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ എത്രയായി? 3 ദിവസമായിട്ടുണ്ട്. 3-4 അല്ല സാർ. ഫാൻസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടോ ആൾക്ക്? ഫോളോവേഴ്സ് കേറിപ്പോ എത്ര ഫോളോവേഴ്സ് കേറിപ്പോ? ഇപ്പൊ 6 എത്ര കയറിയിട്ടുണ്ട്. നമ്മളെ PSG എന്നുള്ള ഒരു നെയിമും കൂടെ വരുമ്പോ സെറ്റാണ്. ഓക്കെ, അടുത്ത ആള്. എൻ്റെ പേര് മുഷ്രിഫ് എന്നാണ്. ഞാൻ മെയിനായിട്ട് വല്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. കുറെ കാലമായി നമ്മളിപ്പോ കൂടിയിട്ട് പണ്ടത്തെ ഇപ്പൊ വണ്ടിയുടെ വീഡിയോസ് ഒക്കെ മൊത്തത്തില് ടോട്ടൽ 1 ഇയർ ആയി നമ്മളെ കൂടെ കൂടിയിട്ട്. ഓക്കെ, മുക്തി. ഞാനിങ്ങനെ എത്തിയത്, ഞാൻ ഷായ്ക്കാനെ വിളിച്ച് ചോദിച്ചു ഞാൻ വരട്ടെ ഷായ്ക്കാന്ന് പറഞ്ഞപ്പോൾ ഷായ്ക്ക് പറഞ്ഞു ഓക്കെ നീ വരാൻ പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. ഓൾറെഡി പരിചയം നേരത്തെ ഇല്ലില്ല, ഷായ്ക്കാനായിട്ട് എനിക്ക് കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ പണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നത്. പിന്നെ ഇടയ്ക്ക് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായപ്പോൾ എനിക്ക് ഏകദേശം ഒരു 1.5 ലക്ഷം അടുത്ത് ഫോളോവേഴ്സുള്ള അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ തൊപ്പിയുടെ കുറച്ച് ഗ്യാങ്ങുള്ള പിള്ളേരൊക്കെ കൂടി അക്കൗണ്ട് കളയിച്ചു. അപ്പോൾ എനിക്ക് ദേഷ്യമൊന്നുമില്ല, ഞാനതങ്ങനെ വിട്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സീൻ വന്നപ്പോൾ എനിക്ക് ഇവിടെ ചങ്കൂറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആഗ്രഹിച്ചു ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളാണ് ആഗ്രഹിച്ചത്, ഞാൻ അങ്ങനത്തെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവർ ഗ്യാങ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാനും ചോദിച്ചു ഞാൻ വരട്ടെ ഷായ്ക്കാന്ന് പറഞ്ഞു. ഷായ്ക്ക് പറഞ്ഞു നീ കയറി പറയാന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. എൻ്റെ പേര് യാസീൻ. ഞാൻ ഇവിടെ തന്നെ വീട് ഇവിടെ തന്നെ 4 കിലോമീറ്ററാണ്. ഞാൻ 3 വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ നമ്മളെ വർക്ക്ഷോപ്പിലെ മാനേജറാണ്. കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സ്ട്രീമിങ്ങിന്റെ ഡൗട്ട് കാര്യങ്ങൾ കൊടുക്കുന്നു, വീഡിയോ സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ സ്ട്രീമിംഗ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയായി ശരിക്കും ദിവസം? എങ്ങനെയുണ്ട് സ്ട്രീമിംഗ് ലൈഫ്? എങ്ങനെയുണ്ട് ശരിക്കും സ്ട്രീമിംഗ്? കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. ഒന്നാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് പഠിച്ചു വരാൻ കുറച്ച് ടൈം എടുത്തു അല്ലേ. ഇതിന്റെ അതൊക്കെയാണ് ലൈറ്റിങ്, അതുപോലെ ക്യാമറ കാര്യങ്ങള്. ഇപ്പൊ എല്ലാം സെറ്റായി, എല്ലാം ഫുള്ള് ബ്രാൻഡ് നോക്കിയിട്ട് തന്നെ വാങ്ങിച്ചു. അത് ഞാൻ എന്താ പറയാ, നമുക്ക് തൽക്കാലല്ലെന്ന് വിചാരിച്ചിട്ട് ചെറിയ സെറ്റപ്പിലായിരുന്നു. പക്ഷെ ഇനി ഇവിടുന്ന് കണ്ട് ചില്ലാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ മൊത്തം എല്ലാം നല്ല ബ്രാൻഡ് ഐറ്റംസ് തന്നെ. സോണിന്റെ ക്യാമറ, അതുപോലെ തന്നെ PC ഒക്കെ അടിപൊളി PC, ലൈറ്റ്സും കാര്യങ്ങളും മൊത്തം സെറ്റാക്കി. മൊത്തം നല്ല കോസ്റ്റ്ലി സാധനം തന്നെ വാങ്ങിച്ചു, എല്ലാം ക്ലിയർ ചെയ്തു. സ്ട്രീമിംഗ് ഒട്ടും പ്ലാൻ ചെയ്യാത്ത ഒരാള് അല്ലെങ്കിൽ വേറൊരു റൂട്ടിൽ പോയ ആള് പെട്ടെന്ന് സ്ട്രീമിംഗ് ലൈഫിലേക്ക് വരുന്നു. ആൻഡ് ഇവിടുന്ന് ഒത്തിരി പേര് കണക്റ്റഡ് ആവുന്നു, ഒരു ടീം ബിൽഡ് ആവുന്നു, സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഇപ്പം ചിന്തിക്കുമ്പോ എങ്ങനെയാ തോന്നുന്നത് അതിനെ? ഈ സ്ട്രീമിംഗ് ഇപ്പൊ എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ ഇതെന്ന് പറഞ്ഞാല് നമ്മൾ ടീമിലുള്ള ഇവരൊക്കെ ഭയങ്കര എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവാണ്, എല്ലാത്തിനും ഭയങ്കര എനർജിയാണ്. ഇവനിപ്പോ ഏകദേശം അടുത്ത മാസത്തേക്ക് 18 വയസ്സാവുന്നു. ചെറിയ ചെക്കനാ. എൻ്റെ ഒക്കെ ഏകദേശം എനിക്കിപ്പോ 32 വയസ്സായി. ഏകദേശം ഒരു 10-14 വയസ്സിന്റെ ഏജ് ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരം, എല്ലാവരും നല്ല ചില്ലായിട്ട് ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കുക, ഒരുമിച്ച് പോവുക, എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ ഒരുമിച്ച് വീഡിയോ എടുക്കുക. കൊളാബ് വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും നിന്നിട്ട് സെറ്റ്, ഒരു ടീമായിട്ടുണ്ടല്ലോ, സെറ്റാണ്. ഇതൊരു ജോബ് ആയിട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്ന പ്രേക്ഷകർ. ഇപ്പൊ 17-18 വയസ്സാവാൻ വേണ്ടി പോകുന്നു. അപ്പൊ നമ്മുടെ ഒരു സമയത്ത് പഠിക്കുക, ജോലി വാങ്ങുക, ഒരു എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? നമ്മൾ ഡിഗ്രി ചെയ്യുക അല്ലെങ്കിൽ PG, ജോലിക്ക് ശേഷമായിരിക്കും പാഷന്റെ പുറകെ പോവുക. സോ ഇന്നത്തെ കുട്ടികൾക്ക് ഓൾറെഡി അവരുടെ ചിന്താഗതി ഒക്കെ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ഇപ്പോഴും ഒരുപാട് വ്യക്തികൾ വിളിക്കുന്നുണ്ട് ഗ്യാങ് ക്യാപ്റ്റൻ വെച്ചിട്ട്. എന്താന്ന് വെച്ചാല് പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, എപ്പോ ഈ ആളുകൾ മതി, പിന്നെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ള പ്ലാൻ ഇഷ്ടം പോലെ. കോളായിക്കോട്ടെ, ഇൻസ്റ്റയില് മെസ്സേജ് ആയിട്ടും ക്യാരക്ടർ ഒന്നും വേണ്ടിക്ക, ഞാൻ നിങ്ങളുടെ റൂമിൽ വന്ന് ഇരുന്നോളാം, എനിക്ക് ചെലവ് റൂം മാത്രം തന്നാൽ മതി. എന്ത് കണ്ടിട്ട് ഇവർ ഈ വരുന്നതെന്ന് അറിയില്ല. നമ്മള് ജസ്റ്റ് ഒരു ടീം സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നല്ല
കണ്ടന്റുകൾ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഫൺ രൂപത്തിൽ നമ്മൾ മാക്സിമം പുറത്തോട്ട് എത്തിക്കാന്നുള്ളൊരു ധാരണയിൽ അപ്പോൾ ഇപ്പം ടോട്ടൽ 7 പേര് അല്ലേ? 7 പേരടങ്ങുന്ന ഒരു ടീം. നമ്മൾ അൻസിലുണ്ട്, അവനിപ്പോ ഇന്നിപ്പോ കൊച്ചിയിൽ ഒരു ജസ്റ്റ് വീഡിയോന്റെ കാര്യത്തിൽ പോയത്. ആള് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 8 പേരടങ്ങുന്ന ഒരു സ്ട്രീമിംഗ്. ഓക്കെ, ഓൾറെഡി ഇപ്പൊ ഫൺ രീതിയിലാണ് പോകുന്നതെന്ന് പറയുന്നത്, പല രീതിയിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു ഫൺ പരിപാടിയാണ്, സോ ആരെയും ഹേർട്ട് ചെയ്യാതെ അല്ലാതെ നമ്മൾക്ക് മാക്സിമം എന്റർടൈൻമെന്റ് കൊടുക്കാം എന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മളജു എന്താ വെച്ചാൽ അവന് ഷഹാനനെ പ്രണയിച്ച് ഭ്രാന്തായ ഒരാളാണ്. 10th പഠിക്കുമ്പോഴേ 10th പഠിക്കും. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 21. അത് ആ ടൈമിലേ പ്രണയം എന്ന് പറയാൻ പറ്റില്ല, ആ സമയത്ത് ഉണ്ടായൊരു ഭ്രാന്ത്. അങ്ങനെ അവൾക്ക് വിവരം വെച്ച പിന്നെ തേച്ച് എന്താന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ തേച്ച് എന്താണ് ആര് പറഞ്ഞു? +2 പൊട്ടിയതാണ്. +2 എന്തിരിക്കണോ? ഞാൻ ഒരു 8ാം ക്ലാസ്സിലല്ലേ പഠിച്ചിട്ടുള്ളൂ. ഈ പഠനം എന്നൊരു ഇതൊരു ഇതല്ല. പക്ഷെ അവൻ എന്നോട് വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വരട്ടെന്ന് വെച്ചിട്ട് ഞാൻ ഓന് ഫൺ ക്യാരക്ടർ നല്ല മാച്ചാവെന്ന് എനിക്കറിയാം. എപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ, എപ്പോഴും ഷാന എനിക്ക് തന്നെ ഇഷ്ടമാണ് തന്നെ അവന്റെ പരിപാടി. കണ്ടന്റ് ആക്കിയതാണ് 1 million അടിച്ചപ്പോഴേ. ഞങ്ങള് പറയാ ഇതിലൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ പച്ചക്കുതിരയിലെ ദിലീപിന്റെ അനിയന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രൂപത്തിലുള്ള ഒരു സെറ്റപ്പാണ് പോനെ നമ്മൾ വാട്ടർ ബോട്ടിൽ വാങ്ങിക്കണോ ആള് സെറ്റാണ്. അതേപോലെ പ്രത്യേകിച്ച് മാറ്റം വരുത്തണ്ടായിരുന്നു. അങ്ങനെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ടോ ഈ കൂട്ടത്തില്? അങ്ങനെ ചെയ്യണം. ഞങ്ങളെ മെമ്പേഴ്സ് എല്ലാവർക്കും ഓരോ കോസ്റ്റ്യൂമിങ് ക്യാരക്ടറുണ്ട്. ഞാൻ പള്ളിയിലച്ഛൻ, ഇവൻ കോസ്റ്റ്, പിന്നെ ഇവൻ പെൺവേഷം, പിന്നെ സാമി, മൊയിലേര്, അങ്ങനെ എനിക്ക് മോലേരാണ് ഇഷ്ടം. ഇവിടെ എന്തായിരുന്നു? സിസ്റ്റം കൺട്രോൾ ചെയ്യാം എന്ന് മാത്രമാണ്. ഓക്കെ, ഡൺ. അപ്പൊ എന്തായാലും ഗംഭീരായിട്ട് സ്ട്രീമിംഗ് പോട്ടെ. നിങ്ങളുടെ സ്ട്രീമിംഗ് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഒക്കെ ഞങ്ങൾ കാണാൻ വെയിറ്റിംഗ് ആണ്. സോ ഗംഭീരായിട്ട് പോട്ടെ, ഫൺ എലമെന്റ്സ് ഇതിൽ വരട്ടെ. ഞങ്ങൾ വിഷ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.